പശ്ചിമേഷ്യൻ യുദ്ധം കനക്കുന്നതിനിടയിലും ഇന്ത്യ US വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതിന്റെ ആദ്യ പടിയായി തന്നെ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ വാഷിംഗ്ടണിലേക്ക് എത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ പുതിയ നികുതി നയങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങൾക്കും അതീവ നിർണായകമാണ്. നീണ്ട കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്താൻ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ചില നീക്കങ്ങൾ നടത്തിയത്. എന്നാൽ ഒടുവിൽ ഇന്ത്യക്ക് മുന്നിൽ ട്രംപിന് അവിടെ മുട്ടുമടക്കേണ്ടി വരികയും തീരുവ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ട്രംപിന്റെ അടവുകളൊന്നും തന്നെ ഇന്ത്യക്ക് മുന്നിൽ ചിലവായില്ല എന്നതാണ് വാസ്തവം. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ആദ്യഘട്ട ചർച്ചയ്ക്കായി തന്നെ ഇന്ത്യൻ പ്രതിനിധി സംഘം വാഷിംഗ്ടണിൽ എത്തിയതായി തന്നെയാണ് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. സുപ്രധാനമായ വ്യാപാര കരാർ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുമെന്നും വ്യക്തമാകുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ പുതിയ നികുതി നയങ്ങളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങൾക്കും അതീവ നിർണായകമായി തന്നെ മാറും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന വ്യാപാര ചർച്ചയ്ക്കാണ് ഇന്ന് ആരംഭമാകുന്നത്. അതേപോലെ കൊമേഴ്സ് അഡീഷണൽ സെക്രട്ടറി ദർപ്പൺ അജയന്റെ നേതൃത്വത്തിലുള്ള 12 അംഗ ഉന്നതതല സംഘമാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ട്രംപ് ഭരണകൂടം അടുത്തിടെ തന്നെ ഏർപ്പെടുത്തിയ 10% ആഗോള ഇറക്കുമതി നികുതിയും ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഇവിടെ ചർച്ചാ വിഷയമാകും. ട്രംപിന്റെ മുൻപത്തെ തന്നെ വ്യാപാര നയങ്ങൾ സുപ്രീം കോടതി റദ്ദാക്കിയതിനെ തുടർന്നുകൊണ്ട് ഫെബ്രുവരി 24 മുതൽ 150 ദിവസത്തേക്ക് എല്ലാ രാജ്യങ്ങൾക്കും മേൽ 10% ഏകീകൃത നികുതി അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. വാണിജ്യ മന്ത്രാലയത്തിന് പുറമെ തന്നെ കസ്റ്റംസ്, വിദേശകാര്യ മന്ത്രാലയം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സംഘത്തിലുണ്ട്. ഫെബ്രുവരിയിൽ നടക്കേണ്ടിയിരിക്കുന്ന ചർച്ചകൾ അമേരിക്കയിലെ നയപരമായ മാറ്റങ്ങൾക്ക് കാരണമായി എന്നതാണ്. അത്തരമൊരു കാരണമുള്ളതിനാണ് ഇത് ഏപ്രിലേക്ക് മാറ്റിവെച്ചത്. അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളായ ആപ്പിൾ, വാൽനട്ട്, ബദാം എന്നിവയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ഇളവുകൾ നൽകുമെന്ന് വാഷിംഗ്ടൺ ഇവിടെ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പകരമായി തന്നെ ഇന്ത്യൻ ടെക്സ്റ്റൈൽസ്, ജെംസ് ആൻഡ് ജ്വല്ലറി മേഖലകൾക്ക് നികുതി ഇളവ് നൽകാനാണ് ഇന്ത്യ ശ്രമം നടത്തുന്നതെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.